എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നവ്യ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനെ ഉണ്ടാവുകയുള്ളൂ, ആ പുരുഷൻ എന്നെ സ്നേഹിക്കുമ്പോഴേ ഞാൻ സമ്പന്നയാകുകയുള്ളൂ എന്ന് പറയുമ്പം ഭയങ്കര പുച്ഛമാട്ടോ അബിക്ക്. അന്നേരം നവ്യ പറയുന്നുണ്ട്, നിൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് എനിക്കറിയാം, നീ നിൻ്റെ സ്വന്തം അമ്മയെ പോലും നേരാവണ്ണം സ്നേഹിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹിച്ചത് നിൻ്റെ ഏട്ടനെ പാര വയ്ക്കാൻ വേണ്ടിയും നിൻ്റെ ഏട്ടനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് നഷ്ടമുണ്ടായത് എനിക്കാണ്. നിന്നെ പോലെ സ്നേഹമില്ലാത്ത ഒരുത്തൻ്റെ ഭാര്യയാകേണ്ടി വന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നീ നിൻ്റെ സ്വന്തം അമ്മയെ പോലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല, സ്നേഹിക്കത്തുമില്ല. നിൻ്റെ സ്വഭാവം അതായി പോയി എന്ന് പറയുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, ഓ ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല, എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണിട്ട് വേണമല്ലോ നിനക്കിനി അതും പറഞ്ഞ് എന്നെ വട്ടം കറക്കാൻ എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിന്നെ വട്ടം കറക്കും, നീ ശബരിമലയ്ക്ക് പോകുന്നിടം വരെ നിന്നെ വട്ടം കറക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് എനിക്കറിയാം, കാരണം നീ ചെയ്യുന്ന പലതും തെറ്റാണ്, നിനക്ക് നൊയമ്പിൽ പോലും ആത്മാർത്ഥതയില്ല, അതുകൊണ്ട് നിന്നെ ശിക്ഷിച്ചാൽ ഈശ്വരന്മാർ പോലും സന്തോഷിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് നവ്യ അങ്ങോട്ട് പോകുന്നത്. അന്നേരം അഭി മനസ്സിലോർക്കുന്നുണ്ട്, അല്ലടി ഞാൻ ഈ പ്രാവശ്യം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നൊയമ്പെടുത്തത്. ഇവിടുന്ന് ശബരിമലയിൽ ചെന്ന് അയ്യപ്പനെ കാണുന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥന എങ്ങനെയെങ്കിലും നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള ഒരു അവസരം ഉണ്ടാക്കണേ എന്നായിരിക്കും എന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ് അഭി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി കാണാനായിട്ട് അനാമികയുടെ അമ്മ രേവതി വന്നത് ഭയങ്കര സ്നേഹമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വീട്ടിൽ 2-3 ഗസ്റ്റ് ഉണ്ടായിരുന്നു, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഏട്ടൻ്റെ കൂട്ടുകാരാണ്, അവർ വീട്ടിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാണ്ടിരുന്നത് എന്ന് പറയും. എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒരു പ്രശ്നവുമില്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ എപ്പോഴും മോൾ എൻ്റെ കൂടെയുണ്ട് എന്ന് പറയും. എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാനിവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മോള് കൂടെ ഉണ്ടല്ലോ അത് മതി എന്ന് പറയുമ്പം രേവതി പറയുവാണ്, അല്ലെങ്കിലും എന്ത് ചെയ്യാനാ, മരുമക്കൾ നേരെ അല്ലെങ്കിൽ നമ്മളിതെല്ലാം അനുഭവിക്കേണ്ടി വരും. പിന്നെ ഇവിടുത്തെ കാര്യം വളരെ വിചിത്രമാണ്, 2 മക്കളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടതല്ലേ അവർ, എന്നിട്ട് അവരിങ്ങോട്ടൊന്നും തരുന്നില്ലെന്ന് മാത്രമല്ല ഇവിടെയുള്ളവർ അങ്ങോട്ട് സഹായിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ആദർശ ജീവിതത്തിൽ എപ്പോഴും ബിസിനസ്സിലായാലും എപ്പോഴും വിജയിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് അവന് അബദ്ധം പറ്റിയത് എന്നിങ്ങനെ പറയും. അന്നേരം അനാമികയും പറയുന്നുണ്ട്, അതെ ആദർശേട്ടന് എടുത്തു കൊടുത്ത വീട്ടിലപ്പോൾ അവർ താമസിക്കുന്നത് എന്ന്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഇനിയിപ്പം ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നാലും അവർ രണ്ടുപേരും അകന്നു കഴിയാനേ ഞാൻ അനുവദിക്കുകയുള്ളൂ, എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് പുറത്താക്കാനേ ഞാൻ നോക്കുകയുള്ളൂ, ഈ കുടുംബമായിട്ട് അവൾ യോജിച്ച് പോകത്തില്ല എന്ന് പറയും. അന്നേരം രേവതി പറയുന്നുണ്ട്, ചേച്ചി ആയിട്ട് ഇത്രയും കാലം അവളെ ഇവിടെ പിടിച്ചു നിർത്തിയത്, ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനാങ്ങാനുമായിരുന്നെങ്കിൽ പണ്ടേ ഇവിടുന്ന് അടിച്ചിറക്കിയേനെ എന്ന് പറയും. അന്നേരം ദേവയാനിക്ക് മുഖത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ, ദേവയാനിയെ പറ്റിയാണല്ലോ പറയുന്നത്, ദേവയാനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണെന്നാണല്ലോ പറയുന്നത്. എന്നിട്ട് പറയും, ഏതായാലും ഇനിയിപ്പം ചേച്ചി റെസ്റ്റ് എടുക്കുക, ഞാൻ മോളുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അനാമികയും കൊണ്ട് പുറത്തേക്ക് പോവാണ്. അവർ പുറത്തിറങ്ങുന്നത് അനാമിക പറയുന്നുണ്ട്, എല്ലാ സമയവും അവരെ സഹായിച്ച ആ പെൺകുട്ടിയെ പറ്റിയുള്ള ചിന്തയാണ്, അവൾക്കെല്ലാം കൊടുക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, ഇനി അതിനെങ്ങാനും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കിലോ കണക്കിന് സ്വർണവും പണവും ഒക്കെ ആയിരിക്കും അവൾക്ക് കൊണ്ട് കൊടുക്കുന്നത് എന്നിങ്ങനെ പറയും. അന്നേരം രേവതി പറയുന്നുണ്ട്, ആ പെൺകൊച്ച് ആരാണെന്ന് നമുക്കറിയത്തില്ലല്ലോ, ഇനി ഇവിടെയുള്ളവർക്ക് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകൊച്ചിനെ കൊണ്ട് കാണിച്ച് കുറച്ച് സ്വർണ്ണം അടിച്ചു മാറ്റായിരുന്നു, കുറേ പണവും എല്ലാം കിട്ടിയേനെ. പക്ഷെ ഇവിടെ ആദർശിൻ്റെ അച്ഛനും ഒക്കെ അറിയാവുന്ന കാര്യമല്ലേ, അതുകൊണ്ട് അത് നടക്കുകയല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം അനാമിക ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണേ. അന്നേരം രേവതി ചോദിക്കും, നീ എന്നെ ഈ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ആ വഴിക്ക് എന്തെങ്കിലും സാധിക്കുമെന്നായിരുന്നു ഞാൻ ആലോചിക്കുന്നത്, ഇതിപ്പം സ്വർണ്ണവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന അവർക്ക്, എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറയും. അന്നേരം രേവതിയും പറയുന്നുണ്ട്, അതുതന്നെ, നമ്മളാണ് ഇങ്ങോട്ട് സ്വർണവും പണവും ഒക്കെ മോഹിച്ചു വന്നത്, എന്നിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ മോളെ എന്നിങ്ങനെ വിഷമത്തോടെ പറയുവാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ആകപ്പാടെ കുറച്ച് സ്വർണ്ണമായിട്ട് കിട്ടിയത് ദേവയാനി തന്നത് മാത്രം, അതുകൊണ്ടാണ് അച്ഛനൊന്നും പിടിച്ചു തന്നത്, പിന്നെ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, അനിയെ ഒന്ന് നന്നായിട്ട് നീ സ്നേഹിക്കുന്നത്, നീ അതെന്താ ചെയ്യാത്തത് എന്ന് ചോദിക്കും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ഞാൻ അവനെ കാണുമ്പം സ്നേഹിക്കുന്നത്, കാണുന്നത് എന്നോട് വഴക്കിന് വരും, അവന് എന്നോട് യാതൊരു താല്പര്യവുമില്ല, അവന് താല്പര്യം മൊത്തം അവൻ്റെ ഏട്ടത്തിമാരോടാണ്, അവരോടാണ് കൂടുതൽ സ്നേഹം എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടുകൊണ്ട് ദേവയാനി അങ്ങോട്ട് ഇറങ്ങി വരുവേ. എന്നിട്ട്, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്,
അവൻ നല്ലൊരു ചെറുക്കനാണ്, അവനെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്ന് പറയും. അന്നേരം എൻ്റെ വല്യമ്മ അതൊക്കെ സാധിക്കുമോ എനിക്കറിയത്തില്ല, ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് വല്യമ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് പറയും. അന്നേരം ദേവയാനി പറയും അതൊന്നും കാര്യമാക്കണ്ട, മോളുടെ മനസ്സെന്താണ് എന്ന് എനിക്കറിയാം, വല്യമ്മയുടെ അസുഖമൊക്കെ ഒന്ന് ഭേദമാകട്ടെ, മുത്തച്ഛനും മുത്തശ്ശിയും നയനിക്ക് സ്വർണം കൊടുത്തു എന്ന് ഓർത്ത് മോള് വിഷമിക്കേണ്ട, മോൾക്കുള്ളതെല്ലാം വല്യമ്മ കരുതി വെച്ചിട്ടുണ്ട്, എൻ്റെ മരുമകൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കരുതി വെച്ചത് മൊത്തം മോൾക്ക് തരാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ ദേവയാനി പറയുമ്പം ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അനാമികയ്ക്ക്. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ പറയുവാണ്, ഓ എനിക്ക് സ്വർണവും പണവും ഒന്നും വേണ്ട വല്യമ്മേ, 4 തലമുറയ്ക്ക് കഴിയാനുള്ളത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അങ്ങനെയൊക്കെ തരുമ്പം ഒരു സ്നേഹവും കൂടി ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് എന്നിങ്ങനെ പറയും. അന്നേരം അനാമികയുടെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ രേവതി മനസ്സിലോർക്കുക, പിന്നെ പിന്നെ കരുതി വെച്ചിട്ടുണ്ട് ഒരു മേശയും 4 കസേരയും, വേറെ എന്താ ഉള്ളത് എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവയാനി ആദർശിനെ വിളിക്കുവാണ്. ആദർശ് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അന്നേരം വിളിച്ചിട്ട് നീ ഓഫീസിൽ തിരക്കാണോടാ എന്ന് ചോദിക്കുമ്പം ഇല്ലമ്മ ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് എന്ന് പറയും. എങ്കിൽ നീ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറയുമ്പം ആദർശ് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നീ ഇങ്ങോട്ട് വാ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറയും. അങ്ങനെ ആദർശ് തിരിച്ചു പോരുവാണ്. ഈ സമയം ജലജ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമികയും രേവതിയും കൂടെ അങ്ങോട്ട് വരുന്നത്. രേവതി പോകാനായിട്ട് ഇറങ്ങിയതാട്ടോ. അന്നേരം പോകുവാണോ എന്ന് ചോദിക്കുമ്പം പിന്നല്ലാണ്ട് അവിടെ മോളുടെ അച്ഛൻ തനിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് പോകണം എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട് ഓ എന്ത് ചെയ്യാനാലേ, മോളുടെ ഇവിടുത്തെ ജീവിതം ഇപ്പം പരിങ്ങലിലായല്ലോ എന്നിങ്ങനെ പറയുവാണ് ജലജ. അന്നേരം രേവതി പറയുന്നുണ്ട് അത് തന്നെ, അതുകൊണ്ടാണ് ഞാൻ അവളോട് ഇങ്ങോട്ട് തിരിച്ചു പോരെ, അനി വന്ന് വിളിച്ചപ്പോൾ തിരിച്ചു പോരെ എന്ന് പറഞ്ഞത് എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട് ഓ എനിക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു, അമ്മ നിർബന്ധിച്ചുകൊണ്ട് വന്നതാണ് എന്ന് പറയും. ജലജ പറയുന്നുണ്ട് മോള് തിരിച്ചു വന്നത് നന്നായി, നയന് വീട്ടിൽ പോയി നിന്നാൽ പുറകെ പോകാൻ ഒരുപാട് ആൾക്കാരുണ്ട്, ഇവിടെ മോള് വീട്ടിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ മോളെ വിളിച്ചുകൊണ്ട് വരാൻ പറയാൻ ഞാനും ജാനകിയും മാത്രമേ ഉള്ളൂ, അത് മറക്കണ്ട എന്ന് പറയും. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കുമാണ് അങ്ങോട്ടേക്ക് നവ്യയും അഭിയും കൂടെ ഇറങ്ങി വരുന്നത്. അവർ പുറത്തൊന്നും ഇറങ്ങിയിട്ട് വരാൻ വേണ്ടി ഇറങ്ങി പോകുന്നതാണ്. അന്നേരം ജലജ ചോദിക്കും ഇവളെയും കൊണ്ട് എവിടെ പോവാടാ, ഷൂട്ടിങ്ങിന് പോവാണോ എന്ന് ചോദിക്കും. അന്നേരം അനാമിക ഓ ഇവർ ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഒരു പരസ്യത്തിൽ അഭിനയിക്കാനാണ് എന്ന് പറഞ്ഞ് പോയിട്ട് കാണാൻ കൊള്ളിയില്ലാത്തൊരു ഡ്രസ്സും ഇട്ട് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്, പിന്നെ ഇവിടെ അത് നടക്കില്ലാത്തതുകൊണ്ട് മുളയിലെ അങ്ങ് നുള്ളിലേക്ക് കളഞ്ഞു എന്ന് പറയും. അന്നേരം നവ്യ ചോദിക്കുന്നില്ല ഇപ്പം എൻ്റെ ഡ്രസ്സിന് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എന്താ എന്ന് ചോദിക്കും. അന്നേരത്തേക്കും അനാമിക ഡ്രസ്സിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ സ്വഭാവത്തിനാണ് കുഴപ്പമെന്ന് പറയുമ്പോൾ അയ്യോ അത് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പറയാനിരുന്നത്, ഇതുപോലെ സ്വഭാവമുള്ളൊരു മോളെ എങ്ങനെയാണ് ആൻറ്റി നിങ്ങൾ സഹിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം രേവതി പറയും എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ മോളുടെ കാര്യം നീ അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കുക, എൻ്റെ നാട്ടുകാർ മൊത്തം പറയും എൻ്റെ മോളുടെ സ്വഭാവത്തെ പറ്റി എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട് എങ്കിൽ അവിടെ നാട്ടുകാരൊന്നും കാണിയല്ല, ആൾക്കാരുണ്ടെങ്കിൽ ആരെങ്കിലും ഇവളെ പറ്റി നല്ലത് പറയുമോ എന്ന് ചോദിക്കും. അന്നേക്കും രേവതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ജലജ പറയുന്നുണ്ട് നീ കൂടുതൽ വർത്തമാനം ഒന്നും പറയണ്ട, നിൻ്റെ സ്വഭാവത്തിനാണ് കുഴപ്പമുള്ളത്, സ്വഭാവ ദൂഷ്യമുള്ളത് എന്ന് പറയുമ്പോഴേക്കും നവ്യയ്ക്കും എൻ്റെ സ്വഭാവത്തിന് എന്താ പ്രശ്നം അതിങ്ങ് പറഞ്ഞ് എന്ന് പറയും. പിന്നെയും പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ജലജയ്ക്ക് ഒരു പരിങ്ങലാണ്. അന്നേരം നവ്യ സ്വർണ്ണ മീനിൻ്റെ എന്ന് പറഞ്ഞിങ്ങനെ പാട്ട് പാടുവാണ്, സ്വർണ്ണത്തെപ്പറ്റിയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുവാണ്. അന്നേക്കും പെട്ടെന്ന് ജലജ നിൻ്റെ സ്വഭാവത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, നിൻ്റെ നാവൊന്ന് ഒതുക്കിയാൽ മതിയെന്ന് പറയും. അന്നേരം ഇങ്ങനെ അതിശയിച്ച് നോക്കുവാണ് അനാമികയെ. പെട്ടെന്ന് ജലജയുടെ സ്വഭാവം മാറിയല്ലോ. അന്നേരം നവ്യ പറയുന്നുണ്ട് ഓ എൻ്റെ നാക്കിനാണോ പ്രശ്നം, എങ്കിൽ എൻ്റെ നാവിനെ ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ പറയും. എന്നിട്ട് പറയും ഇപ്പോൾ ഏതായാലും ഞങ്ങൾ പുറത്തേക്ക് പോവാണ്, പുറത്ത് പോയി ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സിനിമയും കഴിഞ്ഞ് പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ടേ വരുവുള്ളൂ എന്ന് പറയും. അന്നേക്കും രേവതി അതേ മാല ഇടുന്ന സമയത്ത് പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കുന്നത് ശരിയല്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം നവ്യ അവനല്ലേ കഴിക്കാൻ മേലാത്തുള്ളൂ, ഞാൻ കഴിച്ചെന്നോർത്ത് കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ പറയും. അന്നത്തേക്കും അനാമിക ഓ ഇത്രയും നാളും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും സാധിച്ചിട്ടില്ലല്ലോ, ദാരിദ്ര്യത്തിലല്ലായിരുന്നോ, ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനൊക്കെ തോന്നും എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അതെ ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടിയാണ് ജീവിച്ചു വന്നത് എന്ന് കരുതി ഭക്ഷണത്തിന് കുറവൊന്നുമില്ലായിരുന്നു, എൻ്റെ ആഗ്രഹിക്കാതെ മുടങ്ങിക്കിടന്ന എല്ലാ ആഗ്രഹങ്ങളും ഈ പണമുള്ള വീട്ടിലോട്ട് വന്ന സ്ഥിതിക്ക് ഞാൻ സാധിച്ചെടുക്കും, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുവാണ്. എന്നിട്ട് ഏതായാലും ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവരങ്ങ് പോകുമ്പം രേവതി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എൻ്റെ ജലജ നീ ഇതുപോലെ ഒരു മരുമകളെ നിങ്ങൾ സഹിക്കുന്നത്, നിങ്ങൾ സമ്മതിക്കണം കേട്ടോ എന്നിങ്ങനെ പറയുക. അന്നേരം അനാമിക പറയുന്നുണ്ട് ഇതാമ ഇവരുടെ സ്വഭാവം, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവരെ വല്ലതും ചെയ്തു പോകുമെന്ന്. അന്നേരം ജലജ മനസ്സിലോർക്കുന്നുണ്ട് ഓ നീ ഒന്ന് ചെയ്തതിൻ്റെ ആണല്ലോ അകത്ത് ഒരാൾ കിടക്കുന്നത് എന്നിങ്ങനെ മനസ്സിലോർക്കുമോ ജലജ. അതുപോലെ രേവതി പറയുന്നുണ്ട് നീ നിനക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ വീട്ടിലോട്ട് പോരെ, അവരോട് വഴക്കിനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് രേവതിയും പോവാണ്.
പിന്നെ അനാമിക പയ്യെ വട്ടം കറങ്ങി ദേവയാനിയുടെ അടുത്ത് തന്നെ വന്നിട്ടോ എന്നിട്ട് വല്യമ്മേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ വിളിക്കുക. അന്നേരം ദേവയാനി അതേ മോൾ ആ ഷെൽഫിൽ നിന്ന് എൻ്റെ ചെക്കുണ്ടോ ചെക്ക് ബുക്ക് ഉണ്ടോ ഒന്നും എടുക്കാവോ എന്ന് ചോദിക്കും. അന്നേരം ചെക്ക് ബുക്ക് എടുത്ത് കൊടുക്കുമ്പം അനാമികയുടെ മനസ്സിൽ ഈശ്വര എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി തരാൻ വേണ്ടിയിട്ടായിരിക്കും, മിക്കവാറും കുറഞ്ഞത് ഒരു 10 ലക്ഷമെങ്കിലും എഴുതി തരും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ചെക്ക് ബുക്ക് കയ്യിൽ കൊടുക്കുന്നത്. എന്നിട്ട് എന്തിനാ വല്യമ്മേ ഇപ്പോൾ ചെക്ക് ബുക്ക് എന്ന് ചോദിക്കുമ്പം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കുറച്ച് പൈസ എന്നിങ്ങനെ പറയും. അന്നേരം അനാമികയുടെ മനസ്സിൽ അനാമികയാണ് എന്നൊരു തോന്നലാട്ടോ. അന്നേരം വേണ്ടപ്പെട്ട ആളോ അതാരാന്ന് ചോദിക്കുമ്പോൾ അതാരാന്നൊന്ന് ചിന്തിച്ച് നോക്കി എന്നിങ്ങനെ പറയും. അന്നേരം അനാമിക ഞാനാണ് എന്ന് എനിക്കറിയാം, പക്ഷെ വല്യമ്മയെക്കൊണ്ട് തന്നെ അത് പറയിപ്പിക്കണം എന്ന് മനസ്സിലോർത്തിട്ട് അതാരാ വല്യമ്മ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ വേറെ ആരാ, ഇപ്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോഴേക്കും ആകെ സങ്കടമാവും. എന്നിട്ട് വിഷമത്തോടെ പറയുവാണ് അല്ലെങ്കിലും എൻ്റെ അച്ഛനും പറഞ്ഞു അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് എന്നിങ്ങനെ പറയും. അന്നേരം അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ, ഞാൻ കൊടുത്തോളാം എന്ന് ദേവയാനി പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്ക് അങ്ങോട്ട് ആദർശ് വരും. അങ്ങനെ ചെക്ക് ബുക്ക് അവിടെ വെച്ചിട്ട് അനാമിക പുറത്തേക്ക് പോകട്ടോ. അന്നേരം അതെടുത്തിട്ട് ദേവയാനി ആദർശിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും എടാ നീ ഇതിനകത്ത് ഞാൻ പറയുന്ന പൈസ എഴുതിക്ക് എന്ന് പറയും. എന്നിട്ട് 50 ലക്ഷം രൂപയുടെ ഇത് എഴുതാൻ പറയും. അന്നേരം ആദർശ് ചോദിക്കും 50 ലക്ഷം രൂപയോ, ഇത് ആർക്ക് കൊടുക്കാനാമെന്ന് ചോദിക്കുമ്പോൾ വേറെ ആർക്കുമല്ല എന്നെ സഹായിച്ച ആ പെൺകുട്ടിക്ക് കൊടുക്കാനാണ് എന്ന് പറയും. അന്നേരം ഇത് പുറത്ത് നിന്ന് കേൾക്കുന്ന അനാമികയ്ക്ക് ആകെ സങ്കടം. കുറച്ച് ബ്ലഡെങ്കിലും കൊടുക്കായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപയിൽ എനിക്ക് കിട്ടിയേനെ എന്നിങ്ങനെ ഓർത്തിട്ട് വിഷമിച്ച് അങ്ങ് പോവാട്ടോ അനാമിക. അന്നേരം ആദർശ് ദേവയാനിയോട് പറയുന്നുണ്ട് അമ്മ അവർ പൈസ മോഹിച്ചല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്ത്, അതുകൊണ്ട് അവരിത് സ്വീകരിക്കില്ല എന്ന് പറയും. അന്നേരം നീ എന്തെങ്കിലും ചെയ്ത് നിർബന്ധിച്ച് അവരുടെ കയ്യിൽ കൊടുക്കണം, ആ പെൺകുട്ടിക്ക് വേണ്ടെങ്കിൽ അതിൻ്റെ ഹസ്ബൻഡിന് കൊടുക്കണമെന്ന് പറയും. അന്നേരം ആദർശ് പറയും അതിൻ്റെ ഹസ്ബൻഡിന് ഒട്ടും താല്പര്യമില്ല പണം വാങ്ങാൻ എന്ന് പറയുമ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ്, നീ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും അവരുടെ അക്കൗണ്ട് നമ്പർ മേടിക്കണം, എന്നിട്ട് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം എന്ന് പറയും. അന്നേരം ആദർശ് പറയും എനിക്ക് ഉറപ്പൊന്നുമില്ല, ഞാൻ പറഞ്ഞു നോക്കാം, അവർ സ്വീകരിക്കുമോ അറിയില്ല, അല്ലെങ്കിൽ തന്നെ അമ്മ അസുഖമൊക്കെ മാറി എഴുന്നേറ്റ് കഴിയുമ്പം അമ്മയ്ക്ക് ഇത് നേരിട്ട് കൊടുക്കാമല്ലോ എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പിന്നെ കൊടുത്തോളാം, നേരിട്ട് കാണുമ്പം എന്താ വേണ്ടത് എന്ന് ആ പെൺകുട്ടിയോട് ചോദിച്ച് അവളുടെ ആഗ്രഹം എല്ലാം ഞാൻ സാധിച്ചു കൊടുത്തോളാം, ഇപ്പം നീ ഇത് കൊടുക്കുക എന്ന് പറയും. അന്നേരവും ആദർശ് പറയുന്നുണ്ട് നോക്കട്ടെ ഞാൻ ശ്രമിക്കാം എന്ന് പറയുമ്പം എങ്ങനെയെങ്കിലും നീ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ദേവേനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.